ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്നിപ്പോൾ സമയം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. രാവിലെ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നു നോക്കിയപ്പോൾ കണ്ടിട്ടുള്ളത് അമേരിക്ക ഇറാനെ ആക്രമിച്ചു എന്നുള്ള വാർത്തയൊക്കെയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നേരെ വേഗം നമ്മുടെ 24 ന്യൂസ് എടുത്ത് വെച്ച് നോക്കുകയാണ് അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കഴിച്ചുള്ളോട്ടാ അമേരിക്കൻ ന്യൂസ് ഇപ്പോൾ നിലമ്പൂരിനെ കുറിച്ച് പറയണം. അത് കണ്ട ആവശ്യമില്ല, ഞാൻ ബാക്ക് അടിക്കാൻ പോവാം. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇന്ന് കുറച്ച് ഫണ്ട് ഉണ്ടാക്കാനുള്ള കുറച്ച് വഴികൾ നോക്കണമെന്ന് പണിയെടുത്തിട്ട്. അപ്പോൾ ഒരു ടൈം ടു ടൈം നമ്മൾ ഇന്നൊരു വർക്ക് ചെയ്തിട്ട് ആ ഒരു വർക്കിൽ നിന്നും കിട്ടുന്ന ഫണ്ട് എത്രയാണെന്നുള്ളതൊക്കെയാണ് നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോണത്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം ഫോണൊന്ന് കളിച്ച് കിടന്നിട്ട് നേരെ പോയി കുളിച്ച് ഡ്രസ്സ് മാറി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് ആ ഒരു സംഭവത്തിന് ഇറങ്ങാം. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവം നോക്കിയാട്ടാ. അപ്പോൾ എന്തായാലും ഇന്ന് വർക്കൗട്ടും ജിമ്മൊന്നും ഇല്ലാത്ത കാരണം കുഴപ്പമില്ല, കുറച്ച് നേരം കൂടി എടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് പോണ സമയത്ത് കാണാം. ബൈ. കൂടിയൊക്കെ കഴിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഫണ്ട് ഉണ്ടാക്കുന്ന ഒരു വർക്കിന് പോകും. പക്ഷേ അതിന് മുന്നേ നമുക്ക് ചെറിയൊരു സംഭവം വന്ന് പെട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ CCTV ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും, കുറച്ചുപേരെ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മളിവിടെ ക്യാമറ വെച്ചതിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. CCTV ടാപ്പോൻ്റെ വെറും 1400 വില വരുന്ന ക്യാമറയാണത്. അപ്പോൾ അത് നമ്മൾ വെച്ച് കണ്ടിട്ട് നമ്മുടെ ഒരു കസിൻ അവളുടെ വീട്ടിലേക്ക് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത് ഓട്ടോയുള്ള ലിങ്ക് സംഭവമൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്യാം, നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കണം അവൾക്ക്. അപ്പോൾ നമുക്കത് പോയി ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്ത് സെറ്റാക്കിയിട്ട് വരാം. എങ്ങനെ അത് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളത്, അപ്പോൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അവളിത് അവിടെ വണ്ടിയുടെ ഇടയിൽ കിടന്ന് വണ്ടിയുമ്പോൾ പണി പഠിക്കുന്നുണ്ട്. എന്തിട്ട് ചെയ്യണേ? നമുക്കപ്പോൾ ക്യാമറ പോയി അൺബോക്സ് ചെയ്തിട്ട് വെച്ച് നോക്കാം. അപ്പോൾ ഇതാണ് ആ ക്യാമറ എന്ന് പറയുന്നത്. ഏതാണ്ട് ടാപ്പോ 200 തന്നെയല്ലേ? അവിടെ മോഡലെവിടെ? അതെ, ടാപ്പോ C200. അപ്പം ഇങ്ങനെയാണ് സംഭവം വരിക. ഒന്ന് അൺബോക്സ് ചെയ്ത് ഇങ്ങനെ ക്യാമറ ഉണ്ടായിരിക്കും. അത് ഇത്രയും നീളം ഉണ്ടായിരിക്കും. ചാർജിങ് കേബിളല്ല, അതിൻ്റെ പവർ അഡാപ്റ്ററാണത്. അതിൻ്റെ നീളം ഇത്ര അധികം ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ആ സ്ക്രൂ അത് ഫിറ്റ് ചെയ്യാനുള്ളത്, പിന്നെ അതിൻ്റെ അടിഭാഗത്ത് ഉറപ്പിക്കാനുള്ളതും, പിന്നെ അതിൻ്റെ അളവും. ഇത്ര സംഭവമാണ് ഈ ഒരു പെട്ടിയുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ക്യാമറ വയ്ക്കാനൊക്കെ പോയി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവരെ നോക്കിയിട്ട് വെച്ചോളും. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇന്ന് ഞാൻ എന്ത് വർക്ക് ചെയ്തിട്ടാണ് കാശ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കണമെന്ന് പറഞ്ഞാൽ 10 മണിക്ക് ഇറങ്ങാൻ പ്ലാൻ ചെയ്തായിരുന്നു. 11 മണിയായി. അപ്പോൾ എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. ഞാനിപ്പോൾ എൻ്റെ യൂണിഫോമിലാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായേനെ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്തിനാണ് പോകണമെന്നുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ 11 തൊട്ട് നമുക്ക് മാക്സിമം ഇന്നത്തെ ദിവസം മാക്സിമം ഓടിയിട്ട് എത്ര രൂപ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കാം കേട്ടോ. ഇന്നിപ്പോൾ കുറച്ച് വെയിലാണ് കാണുന്നത്. മഴയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടുതൽ ഏണിങ്സ് കിട്ടിയാണ്. നമുക്ക് എന്തായാലും നോക്കി നോക്കാൻ പോയിട്ട് ഷിഗ്ഗോടി നോക്കി നോക്കാം എത്ര ഓർഡർ ഓടാൻ പറ്റുന്നു. അളിയനെ ഓൾറെഡി പോയിട്ടുണ്ട് ഓടാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ചെന്നിട്ട് നോക്കി നോക്കട്ടെ. യൂണിഫോമും ബാഗൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിലാണ് ബാഗ് വെച്ചുകൊണ്ട് ഇങ്ങനെ തുറന്ന് സുഖമായിട്ട് എടുക്കാം. സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയി നോക്കാൻ എത്ര ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത്. ഇന്നിപ്പോൾ സമയം ഏകദേശം 11 മണി 11:15 11:15 39 39 നമ്മൾ ഇറങ്ങണത്. പോയി നോക്കി നോക്കാം നമുക്ക്. അവിടെ ക്യാമറ മണി നടക്കുന്നുണ്ട്. പോയി നോക്കി നോക്കാം ഗൈസ്. അപ്പോൾ ഞാൻ ഓടിയിട്ടേ 3 ഓർഡറാണ് ഓടിയത്. മഴയ്ക്കുള്ള കാരണം അതൊന്നും എടുക്കാൻ പറ്റിയില്ല. ആദ്യത്തെ ഓർഡർ തന്നെ 150 രൂപ കിട്ടി ഓട്ടത്തിൽ. പിന്നെ ഒരു 50, പിന്നെ ഒരു 50 ഒക്കെ ആയിട്ട് 10 250 രൂപ അടുത്താണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. എൻ്റെ ആണെങ്കിൽ ചാർജ് കുറവാണ്. ഞാൻ നല്ല കുത്തിച്ചിട്ട് സ്വിച്ച് ഓൺ ചെയ്യാൻ മറന്നു. 50% ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരു സംഭവം വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ പോകണം. പിന്നെ കുത്തിച്ചിട്ട് വൈകുന്നേരം ഇറങ്ങണുള്ളൂ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് 4 ഓർഡറാണ് ഓടിയിട്ടുള്ളത്. അതൊരു 10 250 രൂപയ്ക്കുള്ള ഓടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനി വീട്ടിൽ പോയിട്ട് ബാക്കി വേണം. നല്ല മഴ പിന്നെ അതിനോട് പിന്നെ പോയി വാങ്ങിക്കട്ടത്. നേരെ വീട്ടിൽ പോട്ടെ. അപ്പോൾ ഞാൻ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ 7% നമ്മൾ വേറെ സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും. അപ്പം ഇനി ഇത് ഫുള്ളാവാൻ എങ്ങനെ പോയാലൊരു 5.5 മണിക്കൂറോടെ എടുക്കും. ഇപ്പോൾ സമയം 2:48 സമയമുള്ളത്. അപ്പോൾ ഇനി ഒരു വൈകുന്നേരം 6 മണി 6:30 ആകുമ്പോൾ വീണ്ടും ഇറങ്ങിയിട്ട് നമുക്ക് ഓടി നോക്കാം. പിന്നെ ചാർജ് ചെയ്യാനൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വാങ്ങിക്കാൻ പോയ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണിച്ചരാട്ടാ. അത് വാങ്ങിക്കാൻ പോയിട്ട് നേരം കൂടെ വന്നു. ഓർഡിനേറ്ററിൽ അത് സ്പെഷ്യൽ സാധനമാണ്. ഉണ്ടോ, താറാവ് വാങ്ങിക്കാനാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ താറാവ് വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. ഞായറാഴ്ചയൊക്കെ അല്ലേ, എന്തെങ്കിലുമൊക്കെ ഇറച്ചി കാണിക്കണ്ട, അങ്ങനെ താറാവ് വാങ്ങിച്ചേ. അപ്പോൾ എന്തായാലും നമുക്കിനി താറാവ് വെക്കണത് അമ്മ വെക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം. അമ്മ നൈസായിട്ട് താറാവ് വയ്ക്കും. നമുക്കത് നോക്കി നോക്കാം കേട്ടോ. നൈസ്. അപ്പോൾ താറാവ് ഉണ്ടാക്കണ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പറ്റിയില്ല. ഞാൻ അവിടെ ഫോണിൽ ഇങ്ങനെ ഓരോന്ന് എഡിറ്റ് ചെയ്യാനൊക്കെ കിടന്നിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയിട്ട് ഇപ്പോൾ എനിക്ക് വന്ന് നോക്കിയപ്പോഴേക്കും താറാവ് എവിടെ അടുപ്പത്ത് കിടന്ന് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല വിറകടുപ്പിലാണ് നമ്മൾ വെക്കണത് കേട്ടോ. അത് ഗ്യാസ് കഴിയാറായിട്ടൊന്നുമല്ല, നമുക്ക് വിറകടുപ്പിലേക്കുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മൾ വെക്കണത്. അപ്പോൾ നല്ല തീയിൽ ഇങ്ങനെ താറാവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും
താറാവായിട്ട് തുറന്നു നോക്കാം. ഇതിപ്പോൾ തുറന്നതിനെ കഴിപ്പുള്ളൂ. ഇനി വേറെ തുണിയൊക്കെ എടുത്ത് തുറക്കാനുള്ള മടിയും എനിക്കുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരം ഇവിടെ വേണ്ടോ. അപ്പോൾ നമുക്ക് ടി വി കാണാം. ടി വി ഇപ്പോൾ നമ്മുടെ താറാവ് കറി ആയിട്ടുണ്ട്. ഇതെവിടെ താറാവിൻ്റെ ആ ഒരു നെയ്യ് സംഭവം കൂടുതലായ കാരണേ കുറച്ച് 2-3 കഷ്ണം ഉരുളാൻ കിട്ടിയ വെച്ചോണേ. അപ്പോൾ അതെ എനിക്കുള്ള ചോറ് ഇത് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഗൈസ് അപ്പോൾ നമ്മുടെ താറാവ് കറി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ സാധനം ഉണ്ടല്ലോ അപ്പം വേറെ ലെവലിൽ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതെ നെയ്യ് പിടിക്കാണ്ട് ഉരുളാൻ കിട്ടി വെച്ച കാരണം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതിപ്പോൾ വൈകുന്നേരം വീണ്ടും പോവാം. 7 മണിയുണ്ട്. ഇപ്പോൾ ഇവിടെ ഇറങ്ങാൻ എത്ര മണി വരെ ഇറങ്ങുന്നത് എനിക്കറിയില്ല. മാക്സിമം ഞാൻ ഓടാൻ വേണ്ടി നോക്കും. എന്തെങ്കിലും ഓട്ടം കഴിഞ്ഞ് വന്നിട്ട് വരാം. കാരണം മഴയൊക്കെ ഉണ്ട്. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റുന്ന വരില്ല. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എടുക്കാട്ടോ. ഗൈസ് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ രാത്രി 10:30 സമയമായിട്ടുണ്ട്. ഞാനിപ്പോൾ ഏകദേശം നമ്മുടെ എവിടെയാ പാലക്കൽ ചൊവ്വൂര് ആ ഒരു ഭാഗത്താണുള്ളത്. അവിടെ ഒരു ഓളം എന്ന് പറഞ്ഞൊരു ചൈനീസ് സംഭവമൊക്കെ ഉള്ള റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ പോയിട്ട് ഒരു ഷവർമ വാങ്ങിച്ചിട്ട് വരുന്ന വഴിയാണ്. വേറെ ഒന്നല്ല, ചാർജ് കഴിഞ്ഞു. ചാർജ് വീടെത്തുള്ള ചാർജില്ല. അപ്പോൾ ഇവിടെ നോക്കി ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു ഏതാണ്ട്. അപ്പോൾ അവിടെ വണ്ടി കയറ്റി കുത്തി വെച്ചു. ഇനി ഏകദേശം ഒരു 10-20 മിനിറ്റോളം പോസ്റ്റ് ആണല്ലോ. അപ്പോൾ ഈ ലൈറ്റ് കണ്ടപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് അത് വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയി കഴിക്കാം. ഇതാണ് ആ ഓളം എന്ന് പറഞ്ഞ ആ ഒരു റെസ്റ്റോറൻറ്റിൽ ഞാനിപ്പോൾ വണ്ടി കുത്തിക്ക് പോയി വാങ്ങിച്ച ഷവർമ കേട്ടോ. എന്താ വെളിച്ചിലൊക്കെ നിങ്ങൾക്കൊന്ന് കാണാൻ പറ്റില്ല. അതൊന്നും കുഴപ്പമില്ല കേട്ടാ. അതൊക്കെ കൊണ്ടിട്ടുണ്ട് 100 രൂപ കേട്ടോ. പറഞ്ഞാൽ നല്ല തോരാത്ത മഴ തേങ്ങ കോട്ടൊക്കെ ഉണ്ടോ. കോട്ടൊക്കെ കീറിയൊക്കെ ഇതായി ഈ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എന്നിട്ട് ഓടി വന്നത്. ഞാൻ ഓഫ് ചെയ്തു. ഇനി പോകണില്ല. കാരണം ഇനിയിപ്പോൾ ചാർജൊക്കെ ചെയ്തിട്ട് എപ്പോൾ പോകാനാ. ആണോ വണ്ടി ഇനി ചാർജ് ആവണം. വണ്ടിയിൽ പോകണ്ട. 20% ആയില്ലേ. 25-30% ഞാൻ നേരെ വീട്ടിൽ പോവും. നേരെ വീട്ടിൽ പോകും തന്നെയാണ്. ഇനിയിപ്പോൾ ഓടാനുള്ള ചാർജില്ല ഒന്നുമില്ല. അപ്പോൾ എന്തായാലും വീട്ടിൽ പോകാമെന്ന് വെച്ചേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. ഇന്ന് ഓടിയിട്ടുള്ള ഏണിങ്സ് ഞാൻ കാണിച്ചെന്നില്ലല്ലോ. ഒരു മിനിറ്റ് ഞാൻ ഇന്നത്തെ ഏണിങ്സ് സംഭവമൊക്കെ കാണിച്ചിട്ട് എത്ര ഓടിയിട്ടുള്ളത്. സ്വിഗ്ഗി ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും. 840 രൂപയ്ക്കാണ് ഓടിയത്. മൊത്തം 4 മണിക്കൂറായിരുന്നു പണിയെടുത്തുള്ളൂ ഓടാ. ഇത് ലോഗിൻ ചെയ്തിട്ട് അതിൽ 840 രൂപയ്ക്കാണ് ഓടിയിട്ടുള്ളത്. മൊത്തം 12 ഓർഡർ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നാളെ നമുക്ക് ഇതിനാണ് വലിയ സംഭവവികാസങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഞാൻ വീട്ടിലെത്തിയാന്ന് വിചാരിച്ചാൽ തള്ളണ്ടേന്ന് വിചാരിച്ചാൽ. പക്ഷേ ഭാഗ്യത്തിന് ഏതർ ഗ്രിഡിൻ്റെ ആപ്പ് തുറന്ന് നോക്കിയപ്പോൾ ഇവിടെ അടുത്തൊരു ചാർജ് സ്റ്റേഷൻ കണ്ടുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നാളെ കാലത്ത് കാണാം. നാളത്തെ വീഡിയോ നാളത്തെ വീഡിയോ കാണാം. ഓക്കെ ബൈ.